ഇപ്പോഴേ നമ്മളെ യുദ്ധങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും ഒക്കെ വളരെ വെറീഡാണ്. ഒരർത്ഥത്തിൽ നമ്മൾ വളരെ ഉത്കണ്ഠാകുലരാണ്. എക്കാലവും യുദ്ധങ്ങളും സംഘർഷങ്ങളും മനുഷ്യരാശിക്ക് ഒരു ബാധ്യതയാണ്. 2 മഹായുദ്ധങ്ങൾ കഴിഞ്ഞില്ലേ? അതിൻ്റെ കെടുതികൾ ഇതുവരെ മാറിയിട്ടുണ്ടോ? അതിനിടയിൽ ചെറുതും വലുതുമായി എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു? അപ്പോൾ യുദ്ധങ്ങൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. എപ്പോഴും അതിന് ഭവിഷ്യത്തുകളേറെ വലുതും. ഇനി ഒരു യുദ്ധം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത്. ഒരു യുദ്ധം കൊണ്ട് മതി. ലോക സംഘടനകൾ എല്ലാം രൂപം കൊള്ളുന്നത്, പ്രത്യേകിച്ച് UN രൂപം കൊണ്ടത് 3ാമതൊരു മഹായുദ്ധം പാടില്ല എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്. പക്ഷേ മഹായുദ്ധമൊന്നും വന്നില്ലെങ്കിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. UN നോക്കി നിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭ പലപ്പോഴും നോക്കി നിൽക്കുകയാണ്. അപ്പം യുദ്ധങ്ങളൊരു ഒരു ഒരു ഫാക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്താ? യുദ്ധം എന്ന് പറഞ്ഞാൽ മരണമെന്ന് അർത്ഥം. വാർ മീൻസ് ഡെത്ത്, വാർ മീൻസ് അനഹിലേഷൻ, നശീകരണമാണ് യുദ്ധം. അതുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുന്നവരെല്ലാം യുദ്ധത്തിനെതിരെ നിൽക്കുന്നത്. എല്ലാവരും പറയാറുണ്ട്, ഗീവ് പീസ് എ ചാൻസ്. സമാധാനത്തിനൊരവസരം കൊടുക്കണം, യുദ്ധങ്ങൾ മാറിപ്പോകും. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ യുദ്ധത്തിന് എന്താ പ്രാധാന്യം? ചരിത്രത്തിൽ യുദ്ധമുണ്ടെങ്കിലും, ചരിത്രത്തിൻ്റെ ഭാഗമാണ് യുദ്ധമെങ്കിലും, മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ സമാധാനത്തിലാണ് അതിൻ്റെ അന്തസ്സത്ത കിടക്കുന്നത്. എല്ലാ മനുഷ്യനും വേണ്ട സമാധാനമാണ്. സമാധാനമാണ് മനുഷ്യൻ്റെ സ്ഥായി ഭാവം. അത് കുടുംബത്തിലായാലും വെളിയിലായാലും എവിടെയായാലും രാഷ്ട്രത്തിലായാലും സമാധാനമാണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് സന്തോഷം നൽകുന്നത്. സമാധാനമാണ് സന്തോഷം നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പീസ് ഹാസ് എ ഫ്യൂച്ചർ. മറ്റൊന്നിനുമല്ല ഭാവി, സമാധാനത്തിനാണ് ഭാവി. കാരണം മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. പീസ് ഹാസ് എ ഫ്യൂച്ചർ എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇനി മറ്റൊന്ന്, ആറ്റം യുദ്ധം നടക്കുമെന്നൊക്കെ പറയുന്നു. 3ാമതൊരു മഹായുദ്ധം ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പെന്താ? മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളുടെ കയ്യിലും ആറ്റം ബോംബ് ഉണ്ടെന്നാണ്. ആരെങ്കിലും ഒരുത്തം പ്രയോഗിച്ചാൽ മതി, അവൻ ഉൾപ്പെടെ ചാമ്പലാകും. ഇനിയൊരു യുദ്ധം ഉണ്ടായാലും, ഒരു മഹായുദ്ധം ഉണ്ടായി ആറ്റം അതിൽ പ്രയോഗിക്കപ്പെട്ടാൽ മനുഷ്യനെ തൂത്തുമാറ്റിക്കളയും. മനുഷ്യന് പകരം വേറെ വല്ല ജന്തുക്കളുണ്ടാകും സർവൈവ് ചെയ്യുന്ന. ഈ ആറ്റത്തെ സർവൈവ് ചെയ്യുന്ന വേറെ വല്ല ജീവികളുണ്ടാകും, മനുഷ്യനുണ്ടാകില്ല. ഈ ഭയമുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇനിയും ഒരു 3ാം ലോകമഹായുദ്ധമോ ആറ്റം യുദ്ധമോ ഉണ്ടായില്ല. അതൊരു കോമൺ സെൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന. വിയോജിക്കാം, നിങ്ങൾക്കെല്ലാം വിയോജിക്കാം. ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടക്കേണ്ട കാശ്മീരിനെ ബേസ് ചെയ്ത് ആറ്റം പ്രയോഗിക്കുമെന്നാണ് പറയുന്നത്. പ്രയോഗിക്കില്ലെന്ന് ഞാൻ പറയുന്നു. എൻ്റെ ആർഗ്യുമെൻ്റ് എന്തെന്ന് ചോദിച്ചാൽ, ആറ്റം പ്രയോഗിച്ചാൽ പ്രയോഗിച്ചവനുമില്ല, പ്രയോഗിക്കപ്പെട്ടവനുമില്ല. അവിടെ വിക്ടറിയുമില്ല, ജേതാവുമില്ല, പരാജിതനുമില്ല. വിക്ടറില്ല, ജേതാവില്ല, പരാജിതനുമില്ല. എല്ലാവരും ഒരുപോലെയുള്ളൂ. എന്നേക്കുമായി നാം നമ്മളെ തന്നെ തുടച്ച് നീക്കിക്കളയും. അതുകൊണ്ട് യുദ്ധം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഏത് സംഘർഷങ്ങൾ വന്നാലും. പിന്നെ ഞാൻ ഒരു കാര്യമാണെന്ന് പ്രധാനമായിട്ട് എന്തുകൊണ്ട് ഈ പീസ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണങ്ങൾ, സമാധാനത്തിന് ശത്രുക്കളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ ശത്രുക്കളെ ഒന്ന് ഒഴിവാക്കിയാൽ പീസിന് യാതൊരു കുഴപ്പമുണ്ടാകില്ല. ആരൊക്കെയാ സമാധാനത്തിൻ്റെ ശത്രുക്കൾ? 1, യുദ്ധക്കൊതി. യുദ്ധക്കൊതിയന്മാരായ ആളുകളാണ് യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ളത്.
പീസിനെതിരെ നിന്നിട്ടുള്ള അത് ഹിറ്റ്ലർ മാത്രമല്ല, മുസോളിനി മാത്രമല്ല, സലാസർ മാത്രമല്ല, ചരിത്രത്തിൽ ക്രൂരന്മാരായ ആളുകൾ മുഴുവൻ യുദ്ധക്കൊതിയന്മാരായിരുന്നു. പണ്ടത്തെ രാജാക്കന്മാർ യുദ്ധം ഉണ്ടാക്കിയതെല്ലാം യുദ്ധക്കൊതി മൂലമാണ്. യുദ്ധക്കൊതിയാണ് സമാധാനത്തിൻ്റെ ഒന്നാമത്തെ ശത്രു. രണ്ടാമത്തെ ശത്രു സാമ്രാജ്യ വികസന മോഹമാണ്. സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആക്രമണം നടന്നത്. സകല ആക്രമണങ്ങൾ അലക്സാണ്ടർ എന്തുവാ, അലക്സാണ്ടർ അറിയപ്പെട്ടിരുന്ന സകല ലോകവും ആക്രമിച്ചു. ഇനി ആക്രമിക്കാൻ ലോകമില്ലെന്ന് പറഞ്ഞ അലക്സാണ്ടർ കരഞ്ഞെന്നാണ് പറയുന്നത്. സാമ്രാജ്യ മോഹമാണ്. അതേ അലക്സാണ്ടർ പറഞ്ഞു ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന്. യാതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ വന്നപോലെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു 33-ാമത്തെ വയസ്സിൽ കൈയും മലത്തി പോകും. അപ്പോൾ യുദ്ധക്കൊതിയാണ് സമാധാനത്തിന് ഒരു ശത്രു. മറ്റൊരു ശത്രു സാമ്രാജ്യ വികസന മോഹമാണ്. മൂന്നാമത്തെ ശത്രു ആയുധപ്പുരകളാണ്. ആയുധങ്ങൾ വിറ്റഴിക്കണം. അമേരിക്കയുടെ ഉദ്ദേശം അതാ. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കണം. ആയുധം വേണമെങ്കിൽ പാകിസ്ഥാനെ ഉപയോഗിക്കും, ബംഗ്ലാദേശിനെ ഉപയോഗിക്കും, കിട്ടാവുന്നവരൊക്കെ ഉപയോഗിക്കും. വലിയ കച്ചവടമല്ലേ ആയുധ കച്ചവടം എന്ന് പറഞ്ഞാൽ, വലിയ കച്ചവടമാണ്. ഈ ആയുധ പുരകളാണ് സമാധാനത്തിൻ്റെ മൂന്നാമത്തെ ശത്രു. മറ്റൊന്ന് പകയും വിദ്വേഷവും. പകയും വിദ്വേഷവും അത് വർണ്ണവെറിയന്മാരുണ്ട്. നിറം നോക്കി ശത്രു. ഞാൻ ഹിറ്റ്ലറെ എടുക്കാം. എന്താണ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞത്? ആര്യവർഗ മേധാവിത്വം. ബാക്കിയുള്ളവരാരും മനുഷ്യരല്ല, അവരെല്ലാം കൊന്നുകളയണം. ജർമ്മൻസ് മാത്രം ജീവിച്ചാൽ മതി. അതിന് റേഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നു. റേഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പകയും വിദ്വേഷം വെച്ചു പുലർത്തുന്നതിനാണ് ഹിറ്റ്ലറെ പോലെ ആളുകൾ വളർന്നു വന്നത്. അഞ്ചാമത്തത് ചൂഷണ മനോഭാവം. ബ്രിട്ടീഷുകാരൻ എന്താ ഇവിടെ വന്ന് നാട്ടുരാജ്യങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കിയ ചൂഷണം ചെയ്യാനായിരുന്നു. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയില്ലേ? കിട്ടാവുന്നതെല്ലാം തട്ടിക്കൊണ്ട് പോയില്ലേ? ചൂഷണ മനോഭാവം സമാധാനത്തിന് ശത്രുവാണ്. അതുപോലെ തന്നെ ഞാൻ കാണുന്ന മറ്റൊരു ശത്രു അഹന്ത. ലോക പോലീസുകാരനെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആരാ ലോക പോലീസുകാരൻ? ഏതെങ്കിലും രാഷ്ട്രം അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അടി കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ അത് കണ്ടു. ഒരു ഭാഗം പിടിച്ച രാജ്യത്തിന് മുമ്പ് അമേരിക്കൻ സാമ്രാജ്യത്ത് ഓടിപ്പോകുന്ന കണ്ടു. അഹന്തയായിരുന്നു അവിടെ കാണിച്ചത്. ഞാനെന്ന ഭാവമാണ് അവിടെ കാണിച്ചത്. അതുപോലെ തന്നെ അസൂയ, അത് സംഘർഷത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഇപ്പം പാകിസ്ഥാന് നമ്മളോട് എന്താ കാണിക്കുന്നത്? നമ്മുടെ പുരോഗതി അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ കണ്ണുകടിയാണ് അവൻ്റെ രോഗം. കണ്ണുകടി. നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം നമ്മളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പം ദേ ആർ നോ വേർ ഇൻ ദ പിക്ചർ. അവർ ചിത്രത്തിലെങ്ങുമില്ല നമ്മുടെ നേട്ടങ്ങളുമായിട്ട് നോക്കുമ്പോൾ. അപ്പം അസൂയ സമാധാനത്തിന് ശത്രുവാണ്. മറ്റൊന്ന് എടുത്തിയാട്ടം, ഇമ്പൾസീവ്നെസ്. ഒരു കാര്യമില്ലാതെ ഇഷ്യൂസ് ഉണ്ടാക്കി എടുത്തിയാട്ടുകളെ യുദ്ധത്തിലേക്ക്. പല രാജ്യങ്ങൾക്കും പറ്റിയ അബദ്ധം അതാണ്. ഒൻപതാമതൊന്ന് ദ്രവ്യാഗ്രഹം. യുദ്ധത്തിലെ സ്പോയിൽസ് വേണം, കൊള്ള വേണം. കൊള്ളയ്ക്ക് വേണ്ടി, കൊള്ള മുതലിന് വേണ്ടിയാണ് പണ്ട് യുദ്ധങ്ങൾ ചെയ്ത് രാജാക്കന്മാർ യുദ്ധം ചെയ്ത്. അവിടെ ഏത് രാജ്യത്തെയാണോ ആക്രമിച്ച് കീഴടക്കുന്നത് അവിടുത്തെ സാധനങ്ങളെല്ലാം ഭയങ്കര കൊള്ള നടത്തുക. സ്ത്രീകളെ കൊണ്ടുപോകുക, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുക, ആ രാജ്യത്തെ എല്ലാ വിഭവങ്ങളും കൊള്ളയടിക്കുക, അമ്പലങ്ങൾ കൊള്ളയടിക്കുക, അമ്പലങ്ങളിൽ ഇരിക്കുന്ന സ്വർണ്ണമെല്ലാം അടിച്ചുകൊണ്ട് പോകുക. അപ്പോൾ ഇതും സമാധാനത്തിൻ്റെ ശത്രുവാണ്, ദ്രവ്യാഗ്രഹം. പത്താമത്തെ കാരണം അംബീഷനാണ്, അത്യാഗ്രഹമാണ്. അംബീഷൻ പോസിറ്റീവ് സെൻസ് നല്ലതാണ് കേട്ടോ, കാരണം നെഗറ്റീവ് സെൻസിൽ അത് അത്യാഗ്രഹമായിട്ട് മാറും. ഇങ്ങനെ 10 കാരണങ്ങളാണ് ഈ പീസിനെതിരെ നിൽക്കാൻ
ഞാൻ കാണുന്നു. പീസിൻ്റെ ശത്രുക്കൾ, സമാധാനത്തിൻ്റെ ശത്രുക്കൾ ഈ 10 കാരണങ്ങളാണ്. ഈ 10 കാരണങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഇതിന് വേറെ ചില ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാരണങ്ങളുമുണ്ട്. ഈ 10 കാരണങ്ങളുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളുമുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ളൊരു വീഡിയോയിൽ അതും ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഇത് കണ്ടതിന് നന്ദി.